ഒരു തവണ ചൊല്ലിയാൽ തന്നെ 11,000 തവണ സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം ലഭിക്കുന്ന മഹത്തായ ഒരു സ്വലാത്ത് മഹാന്മാർ പഠിപ്പിച്ചിരുന്നുണ്ട്. ഒരൊറ്റ വരിയുള്ള ചൊല്ലാൻ കേവലം 5 സെക്കൻഡ് മാത്രം ആവശ്യം വരുന്ന ഈ ഒരു സ്വലാത്തിന് നേട്ടമോ 10,000-കണക്കിന് സ്വലാത്തുകളുടെ നേട്ടമാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് വമ്പൻ നേട്ടം ലഭിക്കുന്ന ഈ സ്വലാത്ത് നമുക്കൊന്ന് പഠിച്ചു വെച്ചാലോ? മഹത്തുക്കളായ അയിമ്മത്തുകളുടെ കിതാബുകൾ നോക്കിയാൽ ഇത്തരത്തിലുള്ള സ്വലാത്തുകളൊക്കെ എമ്പാടും നമുക്ക് കാണാൻ കഴിയും. മഹാനായ സുയൂത്തി ഇമാമും അതുപോലെ യൂസുഫ് നബ്ഹാനി തങ്ങളൊക്കെ സ്വലാത്തിൻ്റെ മഹത്വവും അതുപോലെ വണ്ണവും വലിപ്പവും ഒക്കെ പറഞ്ഞ് എത്രയാണ് പഠിപ്പിച്ചു തന്നത്. നമ്മുടെ ജീവിതത്തിലും പതിവാക്കാം. നമ്മുടെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാനും സ്വലാത്ത് മതിയായതാണ്. അള്ളാഹു മുത്തുനബി തങ്ങളെ കാണാനുള്ള ഭാഗ്യം നൽകട്ടെ. പരിശുദ്ധമായ നമ്മളുടെ ദിവസങ്ങളൊക്കെ നല്ല കാര്യങ്ങളെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മുൻപന്തിയിലെത്തണം. ആ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ നബിതങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഗതിയാണ് മുത്തുനബിതങ്ങളുടെ മേലുള്ള സ്വലാത്ത് ചൊല്ലൽ. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ നമ്മെ അത് ഓർമ്മപ്പെടുത്തി ഞങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങളും ചെയ്യണേ എന്ന് റബ്ബ് പറയാനുള്ള കാരണം. നമ്മുടെ ജീവിതത്തിലും പതിവാക്കണം. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള അത്താണിയാണ് പരിശുദ്ധമായ സ്വലാത്ത്. മഹത്തായ ഈ സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാം. വീഡിയോ മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു ഈ പുണ്യമായ ദിവസത്തിന്റെ മുഴുവൻ പോരിശകളും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നൽകട്ടെ. എൻ്റെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, സഹോദരന്മാർ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സ്നേഹജനങ്ങൾക്കും അല്ലാഹുവേ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഈ ദിവസത്തിന്റെ മുഴുവൻ ബറക്കാത്തുകളുടെയും കവാടങ്ങൾ പ്രിയപ്പെട്ടവരിലേക്കും എനിക്കും എല്ലാവർക്കും നീ തുറന്നു തരണേ റഹ്മാനെ. എല്ലാ ഷർറുകളുടെയും കവാടങ്ങളെ നീ അടയ്ക്കണേ അല്ലാഹ്. വിഷമങ്ങൾ പറഞ്ഞവരുണ്ട്, സങ്കടങ്ങൾ പറഞ്ഞവരുണ്ട്, ദുരിതങ്ങൾ പറഞ്ഞവരുണ്ട്, എല്ലാവർക്കും നീ സലാമത്ത് നൽകണേ അല്ലാഹ്. ആവശ്യങ്ങൾ പറഞ്ഞവർക്ക് ആവശ്യങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. ഹാജത്തുകൾ പറഞ്ഞവരുടെ ഹാജത്തുകൾ നീ വീട്ടി കൊടുക്കണേ അല്ലാഹ്. പരിശുദ്ധമായ ഈ ദിവസം സ്വലാത്തിന് ഒരുപാട് സ്ഥാനവും മഹത്വവുമുള്ള ദിവസമാണ്. സ്വലാത്തിന് എമ്പാടും ശ്രേഷ്ഠതയുള്ള ദിവസമാണ്. ഈ ദിവസം നിങ്ങൾ ഒരുപാട് സ്വലാത്തു ചൊല്ലണേ എന്ന് പഠിപ്പിച്ചു തന്ന വെള്ളിയാഴ്ചയുടെ ദിവസം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. ഒരു തവണ സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ ചുരുങ്ങിയത് 10 തവണ അള്ളാഹുവും മലായിക്കത്തും അവരുടെ മേൽ സ്വലാത്ത് ചൊല്ലുമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഏത് സ്വലാത്ത് ചൊല്ലിയാലും കിട്ടും. ഏത് സ്വലാത്ത് ചൊല്ലിയാലും കിട്ടും. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 സ്വലാത്തിൻ്റെ കൂലി. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു? സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വലാത്ത് ചൊല്ലി. ഈ സ്വലാത്തിൽ ഇപ്പം എനിക്ക് 10 സ്വലാത്ത് ചൊല്ലിയ കൂലി കിട്ടിയിട്ടുണ്ട്. അള്ളാഹു എനിക്ക് 10 സ്വലാത്ത് എൻ്റെ മേൽ ചൊല്ലി, മലായിക്കത്ത് എൻ്റെ മേൽ 10 സ്വലാത്ത് ചൊല്ലി. എന്നാൽ ഒരു സ്വലാത്തിന് തന്നെ 11,000 സ്വലാത്തിൻ്റെ കൂലി ലഭിക്കുന്ന മഹത്തായ ഒരു സ്വലാത്തുണ്ട്. ഈ 11,000-നോടൊപ്പം തന്നെ ഈ 11,000 10 തവണ ആയിക്കഴിഞ്ഞാൽ എത്രയായി? ആലോചിച്ച് നോക്കി. 1,00,000-ൽ പരം വരുന്ന സ്വലാത്തുകൾ ചൊല്ലാൻ ഒരൊറ്റ സ്വലാത്ത് ചൊല്ലിയാൽ മതി. 1,00,000-ൽ പരം വരുന്ന സ്വലാത്തുകളുടെ പ്രതിഫലം ലഭിക്കാൻ 5 സെക്കൻഡ് മെനക്കെട്ടാൽ മതിയെന്ന്. നോക്കുങ്ങൾ, സ്വലാത്തിന് അങ്ങനെ ഒരു പവറുണ്ട്. നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നീങ്ങിക്കിട്ടണോ? സ്വലാത്ത് മാർഗമാണ്. മഹാന്മാരുടെ ജീവിതം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. മഹാനായ യൂസുഫ് നബ്ഹാനി തങ്ങൾ സ്വലാത്തിനെ അധികം സ്നേഹിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ സ്വലാത്തിനെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് അവിടുത്തെ പേര് പ്രതിപാദിക്കാതിരിക്കുന്നില്ല. എല്ലാ മുഅ്മിനീങ്ങളും സ്വലാത്ത് ഇങ്ങനെ ചൊല്ലുന്ന സമയത്ത് മഹാനായ യൂസുഫ് നബ്ഹാനി തങ്ങൾ അതിനു വേണ്ടിയിട്ട് ഖിദ്മത്ത് ചെയ്തൊരു മനുഷ്യനാണ്. സ്വലാത്തിന് അല്ലാഹു സുബ്ഹാനഹു തആല കൊടുത്ത പ്രതിഫലവും അതിൻ്റെ നേട്ടങ്ങളും ഈ ഉമ്മത്തിലേക്ക് എത്തിച്ചു തരാൻ വലിയ കഠിനാധ്വാനം പ്രയത്നിച്ചൊരു മനുഷ്യനാണ്. അല്ലാഹു കൊടുത്ത ബറക്കത്തുകൊണ്ട് നമ്മെ നന്നാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ എന്താ, ഇന്ന് സ്വലാത്തിനെ സംബന്ധിച്ചൊക്കെ പറയുന്ന സമയത്ത് അവിടുത്തെ പേര് പരാമർശിക്കപ്പെടും. അവിടുത്തേക്ക് ഒരു ദുആ കിട്ടും. മുത്തുനബി തങ്ങളുടെ ഒരു തിരുനോട്ടമാണത്. അള്ളാഹുവിൻ്റെ ഒരു പരിഗണനയാണത്. അവിടുത്തെയും ഒന്ന് പരാമർശിക്കുക. നബി തങ്ങളെ പറയുന്നിടത്ത് അവിടുത്തെയും ഒന്ന് പറയുക. ഇത്തരത്തിൽ മഹാനായ യൂസുഫ് നബ്ഹാനി തങ്ങൾ അവിടുത്തെ ഗ്രന്ഥത്തിൽ ഓർമ്മപ്പെടുത്തിയ ഒരു സ്വലാത്ത്, മഹത്വമുള്ളൊരു സ്വലാത്ത് ഇമാം ഹാഫിദ് സഖാവി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നുണ്ട്. അൽ ഖൗലുൽ ബദീ എന്ന ഗ്രന്ഥത്തിൽ കൃത്യമായി കൊണ്ടുവന്നിട്ടുണ്ട് ഈ സ്വലാത്ത്. ആ കിതാബിൽ നമുക്കിത് കാണാൻ കഴിയും. മഹാനായ ഇമാം സുയൂത്തി തങ്ങൾ ഈ സ്വലാത്തിൻ്റെ മഹത്വം പറയാം. സുയൂത്തി ഇമാം ഈ ഒരു സ്വലാത്തിൻ്റെ മഹത്വം പറയുകയാണ്. ആരെങ്കിലും ഒരാൾ ഈ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ, ഒരു തവണ ചൊല്ലിക്കഴിഞ്ഞാൽ 11,000 തവണ സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം ആ വ്യക്തിക്ക് ലഭിക്കുന്നതാണ് എന്ന് മഹത്തുക്കളുടെ ജീവിതത്തിൽ നിന്ന് പഠിപ്പിച്ചു തന്ന മഹത്തായ ഒരു സ്വലാത്താണ്. അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ ചൊല്ലാൻ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഈ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടം എന്താണ്? സ്വലാത്ത് ഒരാൾ ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പ്രത്യേക നോട്ടം ആ വ്യക്തിക്ക് ലഭിക്കും. നബി തങ്ങളുടെ നോട്ടം കിട്ടിയാൽ എന്താ ഗുണമെന്നറിയോ? ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾ
അള്ളാഹുവിനെ ഇഷ്ടം വെക്കണമെന്ന്, അള്ളാഹുവിൻ്റെ പ്രീതി വേണമെന്ന്, അള്ളാഹുവിൻ്റെ പൊരുത്തം വേണമെന്ന്, അള്ളാഹുവിൻ്റെ നോട്ടം വേണമെന്ന്, അള്ളാഹുവിൻ്റെ പരിഗണന വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, അതായത് റബ്ബ് നിങ്ങളെ പരിഗണിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ മുത്ത് നബി തങ്ങളിലേക്ക് നിങ്ങൾ തിരിഞ്ഞോ എന്നാണ് ആ പറഞ്ഞ ആയത്തിൻ്റെ ആശയം. നബി തങ്ങളിലേക്ക് നിങ്ങൾ തിരിയണം, മുത്ത് നബി തങ്ങളെ വഴിപ്പെടണം, അവിടുത്തെ പറയണം, സ്നേഹിക്കണം, മഹബത്ത് വെക്കണം, അവിടുത്തെ സ്വലാത്ത് ചൊല്ലണം, മദ്ഹു ചൊല്ലണം, ഇങ്ങനെ തുടങ്ങി ആ ആയത്തിനെ എമ്പാടും മഹാന്മാരായ മുഫസ്സിരീങ്ങൾ വ്യാഖ്യാനിച്ചതായി കാണാം. എന്നാൽ അങ്ങനെ ചെയ്താൽ, സ്വലാത്ത് ചൊല്ലിയാൽ, മദ്ഹു പറഞ്ഞാൽ, നബിതങ്ങൾ അനുധാവനം ചെയ്താൽ, അവിടുത്തെ പിൻപറ്റിയാൽ, യുഹ്ബിബുക്കുമുള്ള, അല്ല നിങ്ങളെ അങ്ങോട്ട് സ്നേഹിക്കും, അല്ല നിങ്ങളെ പരിഗണിക്കും. അപ്പം റബ്ബിൻ്റെ നോട്ടം നമുക്ക് കിട്ടും. നമ്മൾ പലപ്പോഴും പറയാറില്ലേ, അല്ല എന്നെ കാണുന്നില്ലെന്ന് തോന്നുന്നുണ്ടെന്ന്, ഇല്ലേ? എന്നെ മാത്രം എന്താണ് ഇങ്ങനെ പരീക്ഷിക്കുന്നത്, എന്നോട് മാത്രം എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? അങ്ങനല്ല. നമ്മുടെ ജീവിതത്തിലേക്ക് റബ്ബ് നോക്കണമെങ്കിൽ നമ്മൾ ചിലതൊക്കെ ചെയ്യണം. വെറുതെ അങ്ങോട്ട് നോക്കുമോ? അല്ല പരിഗണിക്കുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? അതിന് ഏറ്റവും നല്ലൊരു മാർഗമാണ് ഈ സ്വലാത്ത്. ചൊല്ലിക്കോ. ഒരൊറ്റ തവണ ചൊല്ലിയാൽ തന്നെ 11,000 തവണ ചൊല്ലിയ പ്രതിഫലം. അതിനോടൊപ്പം കൂട്ടി ആ സാധാരണ സ്വലാത്തിന് കിട്ടുന്ന ഓഫർ കൂടെ ചേർത്തിട്ട് 1,00,000 സ്വലാത്തിൻ്റെ, 1,00,000-ൽ പരം വരുന്ന സ്വലാത്തിൻ്റെ പ്രതിഫലം ലഭിക്കാൻ ഒരൊറ്റ തവണ ഈ സ്വലാത്ത് ചൊല്ലിയാൽ മതി. ഏതാണ് ആ സ്വലാത്ത്? സ്വലാത്ത് പറഞ്ഞില്ലേ? സ്വലാത്ത് പറഞ്ഞുതരാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി സ്വലാത്തൻ അൻത ലഹാ അഹ്ലുൻ വഹുവ ലഹാ അഹ്ലുൻ. നോക്ക്, ഒന്നുകൂടെ ചൊല്ലി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി സ്വലാത്തൻ അൻത ലഹാ അഹ്ലുൻ വഹുവ ലഹാ അഹ്ലുൻ. ഈ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ മതിയെന്ന് ചൊല്ലിക്കൂടെ? ഇൻഷാ അല്ലാ. നമുക്ക് ഇൻഷാ അല്ലാ ഇന്ന് കുറച്ച് സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മുടെ കാര്യങ്ങൾ റബ്ബിനോട് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. സ്വലാത്തിനെമ്പാടും നേട്ടം ലഭിക്കും. നമ്മളെപ്പോഴും സ്വലാത്തിൻ്റെ മധുഹുകളും മഹത്വങ്ങളൊക്കെ കേൾക്കുന്നത് കൊണ്ട് ഞാൻ അധികം നീട്ടിപ്പരത്തി പറയുന്നില്ല. ഇൻഷാ അല്ലാ ഇന്ന് നമുക്ക് സ്വലാത്ത് കുറച്ചൊന്ന് ചൊല്ലിയിട്ട് റബ്ബിനോട് ദുആരക്കാം. اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل. اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل. اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل. اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل. اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل. اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل. اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل. اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل. اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل. اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل. اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل. اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل. اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل. اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل. اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل. اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل. اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل. اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل. اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل. اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل.
اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل
اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل اللهم صل على سيدنا محمد وعلى آله صلاة أنت لها أهل وهو لها أهل അള്ളാഹുവെ മുത്തുനബി തങ്ങൾക്ക് നീ സ്വലാത്ത് ചൊല്ലണേ അല്ലാ, സ്വലാത്ത് വർഷിപ്പിക്കണേ അല്ലാ. മുത്തുനബി തങ്ങൾ സ്വലാത്തിന് അർഹരായ വ്യക്തിയാണ് റഹ്മാനെ, സ്വലാത്തിന് അർഹരായ വ്യക്തിയാണ് നബി തങ്ങൾ. അവിടത്തേക്ക് നീ സ്വലാത്ത് വർഷിപ്പിക്കണേ അല്ലാ, നിന്റെ കരുണ വർഷിപ്പിക്കണേ അല്ലാ, നിന്റെ റഹ്മത്ത് ചൊരിയണേ അല്ലാ. അതാണ് ഈ ചോദിച്ചത് നമ്മൾ. അള്ളാഹുവെ നീ സ്വീകരിക്കണേ റഹ്മാനെ, ഹബീബായ നബി തങ്ങളുടെ ഹദറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാ. വിഷമങ്ങളൊക്കെ ഞങ്ങൾക്ക് നീ തീർത്തു തരണേ അല്ലാ, സങ്കടങ്ങൾ മാറ്റിത്തരണേ റഹ്മാനെ, പ്രയാസങ്ങൾ നീക്കണേ അല്ലാ, ഞങ്ങളുടെ ഹാജത്തുകൾ നിറവേറ്റി തരണേ അല്ലാ, ഞങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. റബ്ബേ രോഗങ്ങൾക്ക് ശമനം നൽകണേ അല്ലാ, കടബാധ്യതകൾ തീർത്തു തരണേ അല്ലാ, ഖൈറായ ജോലി നൽകണേ അല്ലാ, ഖൈറായ വീട് നൽകണേ അല്ലാ, സമ്പത്ത് അധികരിപ്പിച്ച് നൽകണേ അല്ലാ. റബ്ബേ ഖൈറായ മാലുകൊണ്ട് ഞങ്ങളെയൊക്കെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ, മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ, ഉള്ള മക്കളെയൊക്കെ റാഹത്തുള്ളവരാക്കണേ റഹ്മാനെ. റബ്ബേ ഞങ്ങളെയും കുടുംബത്തെയും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ, ഞങ്ങളുടെ സ്നേഹജനങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാ. റബ്ബേ ദുആ വസിയ്യത്ത് ചെയ്ത മുഴുവൻ മുഅ്മിനീങ്ങൾക്കും അവരുടെ മുറാദുകളെ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. മൺമറഞ്ഞു പോയവരുണ്ട് റഹ്മാനെ, ഉപ്പമാരുമ്മമാര് പലരും മണ്ണറയിലാണ് അല്ലാ, ഖബർ വിശാലമാക്കണേ അല്ലാ, സ്വർഗം കൊടുക്കണേ അല്ലാ. റബ്ബേ ഞങ്ങളെയും അവരെയും നാളെ നിന്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. അവസാനം ഈ താഴ്ന്ന ദുനിയാവിൽ നിന്ന് ഞങ്ങളൊക്കെ യാത്ര പറയുന്ന സമയം ഈമാൻ സലാമത്തായി യാത്ര പറയാൻ നീ അവസരം നൽകണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ദുആ ഇറക്കണം, നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തണം, കുടുംബത്തെയും എന്നെയൊക്കെ ഉൾപ്പെടുത്തണം ഇൻഷാ അല്ലാഹ്. പ്രത്യേകിച്ച് ഈ സ്വലാത്ത് പതിവാക്കാൻ ശ്രമിക്കുക. അള്ളാഹു എനിക്കും നിങ്ങൾക്കും ഭാഗ്യം നൽകട്ടെ. മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.